സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരഭിമുഖം ശ്രദ്ധയിൽപ്പെട്ടു. ഒരു സഭയിൽ, ഒരു സംഘടനയിൽ തങ്ങളുടെ നില ഉറപ്പിച്ചു കഴിഞ്ഞാൽ മുൻപ് നിലനിന്നിരുന്നതിനെ മുഴുവൻ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഈ അടുത്ത കാലത്തായി കാണപ്പെടുന്നു. പെന്തക്കോസ്തുകാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന അഭിപ്രായം വിളിച്ചു പറഞ്ഞ് വിശ്വാസികളുടെ വെറുപ്പും വിദ്വേഷവും ഏറ്റുവാങ്ങിയ പ്രമുഖരായ 2 പേർക്ക് പിന്നാലെ ഇതാ മൂന്നാമതൊരാൾ. വിശ്വാസികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് പരസ്യക്കാരെ കവലപ്രസംഗർ എന്ന് വിളിച്ചും ആ മഹത്തായ ശുശ്രൂഷയെ നിസ്സാരവൽക്കരിച്ചും പാസ്റ്റർ എം.എ. വർഗീസ് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായി പ്രമുഖ വേദാധ്യാപകനും കൺവെൻഷൻ പ്രസംഗകനുമായ പാസ്റ്റർ കെ.ജെ. മാത്യുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. പാസ്റ്റർ എം.എ. വർഗീസിൻ്റെ ഈ പ്രസ്താവന തീരെ നിലവാരം കുറഞ്ഞതും നിരവധി ആളുകളെ വേദനിപ്പിക്കുന്നതുമാണ് എന്നായിരുന്നു. അദ്ദേഹം എം.എ. വർഗീസിൻ്റെ അഭിപ്രായത്തിനെതിരെ നടത്തിയ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. പാസ്റ്റർ വർഗീസ് എം. ശാമുവേലിൻ്റെ UK ഒരു പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അതിന് ഹേതുവായ ഒരു അഭിമുഖ റീൽ കാണേണ്ടി വന്നത്. കവലപ്രസംഗരെക്കുറിച്ചും ആ മഹത്തായ ശുശ്രൂഷയെക്കുറിച്ചും പ്രസിദ്ധനായ പ്രസംഗി പാസ്റ്റർ എം.എ. വർഗീസ് ബാംഗ്ലൂർ നടത്തിയ പ്രസ്താവന തീരെ നിലവാരം കുറഞ്ഞതും നിരവധി ആളുകളെ വേദനിപ്പിക്കുന്നതുമാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. സഭാചരിത്രത്തിലെ ഒന്നാമത്തെ തെരുവ് പ്രസംഗകനായ ജോൺ വിക്ലിഫിൻ്റെ കാലം മുതൽ 14-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും ഏറ്റവും സംവേദനക്ഷമതയും പല സ്വരൂപതയുള്ള ഒരു സുവിശേഷ പ്രചരണ ഉപാധിയാണ് പരസ്യയോഗം. കവലപ്രസംഗങ്ങളിൽ നിരവധി ആളുകൾ പ്രാർത്ഥനയ്ക്ക് മുമ്പോട്ട് വരുന്നതും കണ്ണീരോടെ കർത്താവിനെ സ്വീകരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലും തെരുവുകളിലെ കൊച്ചു യോഗങ്ങളിൽ ആളുകൾ താൽപ്പര്യപൂർവ്വം പങ്കെടുക്കാറുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നാം നടത്തുന്ന മഹായോഗങ്ങളിൽ മികച്ച ഇരിപ്പിടവും ആകർഷണീയമായ സംഗീതവും ഒരുക്കി ആളുകളെ ക്ഷണിക്കാറുണ്ടെങ്കിലും അവിശ്വാസികൾ വരുന്നത് അത്യപൂർവമാണ്. ഈ പശ്ചാത്തലത്തിലാണ് തെരുവ് യോഗത്തിൻ്റെ കരുത്ത് തിരിച്ചറിയേണ്ടത്. മദ്യപാനോ പുകവലിക്കാരനോ നിൽക്കുന്ന ഇടത്ത് ചെന്ന് കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിൽ നിന്ന് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ ഓരം ചേർന്ന് വലിയ സന്നാഹങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെ 1 മണിക്കൂറിൽ കുറഞ്ഞ സമയം കൊണ്ട് ദുർഗ്രഹമായ വേദവ്യാഖ്യാനം കൊണ്ട് ആളുകളെ ചിന്താക്കുഴപ്പത്തിലാക്കാതെ ലളിത സുന്ദര സുവിശേഷ ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ കറ തീർത്ത് വിളിച്ചു പറയുവാൻ കഴിയുന്ന കവലപ്രസംഗത്തിന് തുല്യമായി മറ്റൊന്നും ഇല്ല തന്നെ. മലബാറിലെമ്പാടും മിക്ക കവലകളിലും സൈക്കിളിൽ ഹാൻഡ് മൈക്ക് കെട്ടിത്തൂക്കി ഒറ്റയാൾ പട്ടാളം പോലെ വചന വിളംബരം നടത്തിയ ഞങ്ങളുടെ അപ്പനെ പാസ്റ്റർ K.M. ജോസഫ് നിറകണ്ണുകളോടെ ഓർക്കുന്നു. പിന്നിട്ട 49 ശുശ്രൂഷാ വർഷങ്ങളിൽ എനിക്കേറെ ഇഷ്ടമുള്ള പ്രസംഗം കവലപ്രസംഗമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. കുടുംബമായി കവലകളിൽ വചനവുമായി നിൽക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. കേരളത്തിലെമ്പാടും തെരുവിൽ നിന്ന് വചനം പറയുന്ന സാധാരണക്കാരെ സല്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അവസാനിക്കുകയാണ്. പാസ്റ്റർ കെ.ജെ. മാത്യു രേഖപ്പെടുത്തിയത് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ പൊതുവിലുള്ള അഭിപ്രായമാണ്. പരസ്യയോഗവും പെന്തക്കോസ്ത് സഭയും അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആദ്യകാല പിതാക്കന്മാർ പരസ്യയോഗങ്ങൾ നടത്തി 10,000-ങ്ങളോട് സുവിശേഷം അറിയിച്ചു. ഇന്ന് പരസ്യയോഗത്തെ കുറ്റം പറയുന്നവർ പെന്തക്കോസ്ത് സഭകളുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചേക്കാം. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പെന്തക്കോസ്ത് സഭയെയോ വിശ്വാസികളെയോ പ്രതിനിധാനം ചെയ്യുന്നവർ പറയുന്നതല്ല. അത് അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു പുതിയ വിഷയവുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.